നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സപ്പോസ് A1 up to A6 are 6 sets each with 4 elements and B1 up to Bn are n sets each with 2 elements. Let S is equal to A1 union A2 union up to A6 is equal to B1 union up to Bn പറഞ്ഞിട്ടുണ്ട്. Given that each element of S belongs to exactly 4 of the A's and exactly 3 of the B's, find the value of n. ഇത് ആക്ച്വലി 1986 INMO ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പലതവണ പല കോമ്പറ്റീറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്, ജെയ് ഉൾപ്പെടെ. ഓക്കെ, അപ്പൊ ഇതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, ഒരു ഡബിൾ കൗണ്ടിങ് ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി സൊല്യൂഷൻ എഴുതാൻ ഒരുപാടൊന്നുമില്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കൊന്ന് എഴുതാം. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, ഒന്നാമത് അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് നോക്കാം. എന്താ വെച്ചാല് A1 യൂണിയൻ അപ് ടു A6. അപ്പൊ യൂണിയൻ I is equal to 1 to 6 AI is equal to S. അത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതുപോലെ B1 up to Bn. ഓക്കെ, അപ്പോൾ അത് യൂണിയൻ I is equal to 1 to n Bn, that is also equal to S. That is equation number 2. ഓക്കെ, ഇതാണ് ഗിവൺ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എസ് എന്താണെന്ന് അറിയില്ല. അപ്പം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എസ് അത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സം ക്യാപിറ്റൽ N ആയിട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എസ് ഇസ് ഈക്വൽ ടു A1 യൂണിയൻ അപ് ടു A6 എന്ന് പറയുന്നുണ്ട്. അപ്പൊ യൂണിയൻ എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ A1ലുള്ള ഡ്യൂപ്ലിക്കേറ്റ് A1 A2 A6ലുള്ള ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റുകളൊന്നും അതിലേക്ക് വരില്ല. ഓക്കെ, ഇനി ഒരു ഇൻഫർമേഷൻ കൂടി അവർ പറയുന്നുണ്ട്. ഈച്ച് എലമെന്റ് ഓഫ് എസ് ബിലോങ്സ് ടു എക്സാക്ട്ലി 4 ഓഫ് ദ A's. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കാം. ഈ എസ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ A1 യൂണിയൻ A2 യൂണിയൻ അപ് ടു A6 ഉപയോഗിച്ചിട്ടാണ് എസ് എടുത്തിരിക്കുന്നത്. ഇനി ഈച്ച് എലമെന്റ് ഓഫ് എസ് ബിലോങ്സ് ടു എക്സാക്ട്ലി 4 ഓഫ് ദ A's ആണ് പറയുന്നത്. അപ്പൊ എസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എസ്സില് X1 X2 അപ് ടു XN എലമെന്റുകളാണല്ലോ ഉള്ളത്. ഇതിലെ എലമെന്റുകൾ ഇതാന്ന് വിചാരിച്ചോ. ഇതില് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എ ഫാമിലി കൺസിഡർ ചെയ്യാൻ പോവാ. എ ഫാമിലി, എകളുടെ ഫാമിലി കേട്ടോ. എ ഫാമിലിയിൽ ഞാൻ കൗണ്ടിങ് 2 രീതിയിൽ കൗണ്ട് ചെയ്യാൻ പോവാം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എ ഫാമിലിയിലുള്ള എല്ലാ സെറ്റുകളും എടുത്തും വരാൻ പറഞ്ഞു. ഓക്കെ, നമ്മളൊരു ചാക്ക് പോലെ വിചാരിക്കുക. ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ കൊട്ടാൻ പോവാ. ഓക്കെ, നമ്മളിവിടെ എല്ലാ ചാക്കും അഴിച്ചിട്ട് അതിലെ സാധനങ്ങൾ ഇവിടെ കൊട്ടാൻ പോവാം. ശ്രദ്ധിക്കണേ, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടിയതിനല്ല നമ്മൾ യൂണിയൻ എന്ന് വിളിക്കുന്നത്. യൂണിയൻ എന്ന് നമ്മൾ വിളിക്കുന്ന എപ്പോഴാ ഇതിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് എല്ലാം റിമൂവ് ചെയ്യണ സമയത്താണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ വെച്ചാല് ഡബിൾ കൗണ്ടിങ് ചെയ്യാൻ പോവാം. ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉൾപ്പെടെ കൗണ്ടിങ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉൾപ്പെടെ എ ഫാമിലിയുള്ള എല്ലാ എലമെന്റുകളും വന്ന് കൊട്ടിക്കഴിഞ്ഞാൽ എത്ര എലമെന്റുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. കാരണം എയിലുള്ള ഓരോ ഇതിലും, അതായത് നമ്പർ ഓഫ് ഈച്ച് എ ആയി അവർ തന്നിട്ടുണ്ട്. ഈച്ച് എ ആയി 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, 6 അല്ല 4 ആ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ BNലുള്ള ഓരോ എലമെന്റുകളും 2 എലമെന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതും നമ്പർ ഓഫ് BI ഈസ് ഈക്വൽ ടു 2. അതും അവിടെ നിൽക്കട്ടെ. അപ്പൊ എ ഫാമിലിയാണ് നമ്മൾ ആദ്യം എടുത്തത്. എ ഫാമിലി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം വെച്ചാൽ കൗണ്ട് ഓവർ സെറ്റ്സ്. ഓക്കെ, ഓഫ് കോഴ്സ് ഡ്യൂപ്ലിക്കേറ്റ് കൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഓരോ സെറ്റിലും 4 എലമെന്റുകൾ ഉണ്ട്. അങ്ങനത്തെ 6 സെറ്റുകളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടിയിരിക്കുന്നത്. അപ്പൊ അതിൽ എത്ര ഉണ്ടാവും? 24 ഉണ്ടാവും. അതായത് സമ്മേഷൻ I is equal to 1 to 6 നമ്പർ ഓഫ് AI. ഓക്കെ, അത് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 24 ആയിരിക്കും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാല് ഇവിടെ കുറെ എലമെന്റുകൾ കിടക്കുകയാണല്ലോ. ഇതിലെ ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ എടുത്തു കളഞ്ഞാലാണല്ലോ നമുക്ക് എസ് കിട്ടാൻ പോണത്. എസ് എടുത്തു നോക്കുമ്പോൾ ഈച്ച് എലമെന്റ് ഓഫ് എസ് ബിലോങ്സ് ടു എക്സാക്ട്ലി 4 ഓഫ് ദ എന്നാ പറയണത്. അതായത് എസ് എടുത്തു നോക്കുമ്പോൾ എസിന്റെ ആക്ച്വലി എസിലെ ഓരോ എലമെന്റുകളും 4 കോപ്പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈച്ച് എലമെന്റ് ഓഫ് ദി എസ് അത് 4 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് അതിലെ ക്യാച്ച്. അപ്പൊ കൗണ്ട് ഓവർ എലമെന്റ്സ്
അപ്പൊ ഓരോ എലമെന്റിന്റെ അടുത്തും ചോദിച്ചു നീ എത്ര തവണ വന്നിട്ടുണ്ട് 4 തവണ. ഓഫ് കോഴ്സ് എസ് കിട്ടണമെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ഉൾപ്പെടെയുള്ള കൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ കൗണ്ട് ഓവർ എലമെന്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ, എസ്സിലുള്ള എലമെന്റുകളുടെ എണ്ണം n ആണ്. ആൻഡ് ഓരോ എലമെന്റും 4 ടൈംസ് വന്നിട്ടുണ്ട്. n ടൈംസ് 4 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി ഇത് രണ്ടും എക്സാക്ട്ലി സെയിം നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. അപ്പൊ 3ഉം 4ഉം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 and 4 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താ കിട്ടാൻ പോണെന്ന് വെച്ചാൽ 24 is equal to 4n കിട്ടും. സോ n is equal to എത്രയെന്ന് കിട്ടും? 6 ആണ് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇനി ഇതേ ട്രിക്ക് നമ്മൾ ബി ഫാമിലിയിൽ ചെയ്യാൻ പോവാണ്. ബി ഫാമിലി ഓക്കെ, ഓഫ് കോഴ്സ് അഗൈൻ ഡബിൾ കൗണ്ടിങ് ആണ് നമ്മളോട് ചെയ്യാൻ പോണത്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉൾപ്പെടെയുള്ള കൗണ്ടിങ്. ഓക്കെ, അപ്പൊ ബി ഫാമിലിയുടെ അടുത്ത് എല്ലായിടത്തും വരാൻ പറഞ്ഞു. എല്ലാ സെറ്റുകളും എലമെന്റുകളും നമ്മളിവിടെ കൊട്ടി. ഓക്കെ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇതിനിടെ നമ്മൾ പറയണേ കൗണ്ട് ഓവർ സെറ്റ്സ്. ഓക്കെ, സെറ്റുകൾ എത്ര ഉണ്ട് നമ്മുടെ കയ്യിൽ? ബിയിലുള്ള സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ബിയിൽ n സെറ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ സെറ്റിലും 2 എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ സമ്മേഷൻ i is equal to 1 to n നമ്പർ ഓഫ് ബി ഐ. അത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബി ഐ 2 ആണ്. അങ്ങനത്തെ n ഉണ്ട്. സോ 2n കിട്ടും നമുക്ക്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ഇനി ഇതേപോലെ കൗണ്ട് ഓവർ എലമെന്റ്സ് ചെയ്യാം. കൗണ്ട് ഓവർ എലമെന്റ്സ്. ഓക്കെ, ഇനി ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എസ് ഉണ്ടാക്കാൻ പോണല്ലോ. എസ് ഉണ്ടാക്കി നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ എന്താ മനസ്സിലായെന്നറിയോ? ഈച്ച് എലമെന്റ് ഓഫ് എസ് ബിലോങ്സ് ടു എക്സാക്ട്ലി 3 ഓഫ് ദ ബീസ്. ഓരോന്നും 3 കോപ്പീസ് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എസ്സിൽ n എലമെന്റ്സ് ഉള്ളത്, ഓരോന്നും 3 തവണ വെച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 6ഉം 7ഉം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? 2n is equal to 3 times n കിട്ടും. ദാറ്റ് ഈസ് 3 times 6 എന്ന് കിട്ടും. ആൻഡ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് n is equal to 9 കിട്ടും. ഇത്രേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്ത എന്താ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഡബിൾ കൗണ്ടിങ് ട്രിക്കാണ് ചെയ്തത്. 2 ഡിഫറെന്റ് രീതിയിൽ അത് കൗണ്ട് ചെയ്യാൻ ചെയ്തു. അതായത് സെറ്റുകൾ ഉപയോഗിച്ച് സെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ കൗണ്ട് ചെയ്തു, എലമെന്റുകൾ ഉപയോഗിച്ച് എലമെന്റിന്റെ പെർസ്പെക്റ്റീവിൽ കൗണ്ട് ചെയ്തു. ആ 2 കൗണ്ടിങ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ കൗണ്ടിങ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. ഫൈനൽ ആൻസർ n is equal to 9 ആണ്.